പ്രിയപ്പെട്ട ജർണാമച്ച, ബഹുമാനപ്പെട്ട റട്ടച്ച, വിൻസെൻ്റച്ച, അൽഫോൻസ ഷൈനിൻ്റെ കാര്യസ്ഥന്മാരായിട്ട് റട്ടച്ചനോട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട വൈദികരെ, മറ്റ് സഹോദരങ്ങളെ, ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിന്ന് ദൈവത്തിൻ്റെ മുമ്പിൽ നന്ദിയും സ്നേഹവുമുള്ള മനസ്സോടുകൂടിയാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ധാരാളം ആളുകൾ ും സമർപ്പിതരും ഈ ഇടവകക്കാരായിട്ടുള്ളവരും എല്ലാം ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാനായിട്ട് അൽഫോൻസാമ്മയുടെ പുണ്യ കുടീരത്തിൻ്റെ ചുറ്റും ഈ വർഷാവസാന മണിക്കൂറുകളിൽ ആയിരിക്കുന്നു എന്നത് ഏറ്റവും കൃത്യമായ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് കൂടെ ഞാൻ കരുതുകയാണ്. യഹൂദ പാരമ്പര്യത്തിലും ക്രൈസ്തവ പാരമ്പര്യത്തിലുമെല്ലാം നമ്മൾ മണിക്കൂറുകളെക്കുറിച്ച്, ദിവസങ്ങളെക്കുറിച്ച്, വർഷങ്ങളെക്കുറിച്ച്, യുഗങ്ങളെക്കുറിച്ച് എല്ലാം പറയാറുണ്ട്. അതുകൊണ്ടാണ് ഒരു വർഷം വന്ന് അവസാനിപ്പിക്കുമ്പോൾ അത് നന്ദിയോടെ നമ്മൾ ഓർക്കേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ഉണ്ട്. മണിക്കൂറുകളും ദിവസങ്ങളും വർഷങ്ങളുമെല്ലാം ഈശോയുടെ ജീവിതത്തിലും പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതലുള്ള 14 തിരുവചനങ്ങളിൽ മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരെ കുറിച്ചുള്ള വളരെ സവിശേഷമായ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന അലങ്കാരിക പ്രാധാന്യമുള്ള ഒരു ഉപമ ഈശോ പറഞ്ഞിരിക്കുന്നത് സുവിശേഷകൻ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അതിൽ 5 യാമങ്ങളിലായിട്ട് മണിക്കൂറുകളുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ 1-ാം മണിക്കൂറിൽ, 3-ാം മണിക്കൂറിൽ, 6-ാം മണിക്കൂറിൽ, 9-ാം മണിക്കൂറിൽ, 11-ാം മണിക്കൂറിൽ, ഇങ്ങനെ വ്യത്യസ്ത മണിക്കൂറുകളിലായിട്ട് തോട്ടത്തിലേക്ക് ജോലിക്ക് ക്ഷണിക്കപ്പെട്ട ജോലിക്കാരുടെ, കൃഷിക്കാരുടെ, അധ്വാനിക്കുന്നവരുടെ ഒരു വലിയ ചരിത്രമാണ് അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് മണിക്കൂറുകളായിട്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് മലയാള ഭാഷയിൽ അങ്ങനെ തോന്നാമെങ്കിലും അത് ആ 5 യുഗങ്ങളായിട്ടുള്ള 5 കാലഘട്ടങ്ങളുടെ ഒരു അനുസ്മരണമാണ്. ആദ്യത്തിൻ്റെ കാലം 1-ാം മണിക്കൂർ അല്ലെങ്കിൽ പ്രഭാതം, പിന്നെ 3, 6, 9 നോഹ, അബ്രാഹം, മോശ എന്നീ വലിയ നേതാക്കന്മാരുടെ, 11-ാം മണിക്കൂർ ഈശോയുടെ സമയമാണ്, സ്ലീഹന്മാരുടെ സമയമാണ്, സഭയുടെ സമയമാണ്, നമ്മളുടെ സമയമാണ്. ഈ മണിക്കൂറാണ്, ഈ വർഷത്തിൻ്റെ അവസാനത്തെ ഈ മണിക്കൂറുകളാണ്. ഈശോ 11-ാം മണിക്കൂറിൽ സുവിശേഷവുമായിട്ട് എത്തിയ ആ കാലഘട്ടത്തിൽ അന്ന് ഈശോ കർഷകരെ അല്ലെങ്കിൽ ആ കൃഷിക്കാരൻ ജോലിക്കാരെ ക്ഷണിച്ച ആ ഗ്രാമത്തിൽ നിന്ന കുറേ ആളുകളോട് ചോദിച്ചല്ലോ, നിങ്ങൾ എന്താണ് ദിവസം മുഴുവനും അലസരായിട്ട് ഇങ്ങനെ വെറുതെ നിൽക്കുന്നത്? നല്ലൊരു ചോദ്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങൾ അലസരായിട്ട് ഇത്രയും മണിക്കൂറുകൾ, ഇത്രയും യുഗങ്ങൾ, ഒരു ദിവസത്തിൻ്റെ തന്നെ സന്ധ്യയിലേക്ക് എത്തുന്ന നേരമായിട്ടും നിങ്ങൾ അലസരായിട്ട് നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർ പറഞ്ഞ ഒരു ഉത്തരം, ആരും ഞങ്ങളെ വിളിച്ചില്ല. അതാണ്,
സുവിശേഷത്തെ കുറിച്ച് ഇതുവരെയും പറഞ്ഞിട്ടില്ല. ആരും ഞങ്ങളോട് ഈശോയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ആരും ഞങ്ങളോട് 11-ാം മണിക്കൂറിന്റെ ആ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ഞങ്ങളെ ആരും വിളിച്ചിട്ടില്ല. അങ്ങനെ എല്ലാവരെയും വിളിക്കാനായിട്ട് വന്ന ഈശോയുടെ ആ മണിക്കൂറാണ് 11-ാം മണിക്കൂർ. അവിടെ ഈശോ അവരെയും വിളിച്ചു, അവരെ തോട്ടത്തിലേക്ക് വിട്ടു. അതിനുശേഷം ഏറ്റവും അവസാനം വന്ന അവരെ മുതലാണ് ഈശോ പണിക്കൂലി പോലെയുള്ള ആ സമ്മാനം കൊടുത്തു വിടുന്നത്. എല്ലാവർക്കും ഓരോ ദിനാറ്. അപ്പോൾ ആദ്യ മണിക്കൂർ മുതൽ, നേരം വെളുത്തപ്പം മുതൽ അധ്വാനിച്ചവര് അവര് പിറുപിറുക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ ആദത്തിന്റെ കാലം മുതലുള്ള തലമുറകള് അവരുടെ ഒരു പിറുപിറുപ്പ് കൂടിയാണത്. ഈശോ വരുന്നിടം വരെ അതിന്റെ പിന്നിലുള്ള ആ തലമുറകളാണ് 1, 2, 3, 6, 9 മണിക്കൂറുകളായിട്ട് ശുശ്രൂഷ ചെയ്തത്, അധ്വാനിച്ചത്. അവർക്ക് ഈശോയെ പൂർണ്ണമായിട്ട് കിട്ടിയില്ല. 5 തവണകളായിട്ട് ക്ഷണിക്കപ്പെട്ട അവര് പഞ്ചഗ്രന്ഥങ്ങളുടെ തണലിൽ വളർന്നവരാണെങ്കിലും ഈശോയെ കുറിച്ച് വേണ്ട ജ്ഞാനം അവർക്ക് കിട്ടിയില്ല. അവര് പിറുപിറുത്തെങ്കിലും ആ ഉടമസ്ഥൻ പറഞ്ഞു, എനിക്ക് തരാനുള്ളത് ഒറ്റ നാണയമാണ്, സ്വർഗമാണ്. അത് ഞാൻ വന്ന് എന്നെ കേട്ട, എന്നെ ശ്രമിച്ച ആളുകൾക്ക്, 11-ാം മണിക്കൂറിൽ വന്ന അവർക്ക്, നമുക്ക് ആദ്യം തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി അധ്വാനിച്ച, ഒരുപാട് ക്ലേശിച്ച ആ പിൻതലമുറക്കാരെയും ഈശോ ദൈവം തള്ളിക്കളയുന്നില്ല. അവരുടെ പിറുപിറുപ്പിന് അർത്ഥവുമില്ല. ഈശോയ്ക്ക് ഒരു ധനാറായിൽ കുറഞ്ഞത്, സ്വർഗത്തിൽ താഴെയുള്ളത് ഒന്നും സമാനമായിട്ട് നമുക്ക് നൽകുവാനില്ല. അതുകൊണ്ട് നമ്മളൊരു വലിയ വർഷത്തിന്റെ അവസാന മണിക്കൂറിൽ ഇവിടെ നിൽക്കുമ്പോൾ ആ 11-ാം മണിക്കൂറിൽ എത്തിയ ഈശോയെയും സഭയെയും ആ സഭയുടെ സന്ദേശത്തെയും ഓർത്ത് ഈ ധനാറായിക്ക്, ഈ സ്വർഗത്തിന് അവകാശികളായി തീരുമെന്നുള്ള പ്രത്യാശയിലാണ് അൽഫോൻസാമ്മയുടെ പക്കല് നമ്മൾ എല്ലാവരും എത്തിയിരിക്കുന്നത്. 2014 നമ്മെ സംബന്ധിച്ച് വലിയ ചരിത്ര സംഭവങ്ങള് രൂപതയിലും ഇവിടെ കേന്ദ്രമാക്കിയും മറ്റു പല സ്ഥലത്തുമെല്ലാം നടന്നു. ഇന്ത്യയിലെ മേലധ്യക്ഷന്മാരെല്ലാവരും ഇവിടെ വന്ന്, അതും ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ മെത്രാന്മാരെ ഒന്നിച്ചുകൂടിയ ആ ഒരു വേദി ഇവിടെ പരിശുദ്ധ കുർബാനയില് അൽഫോൻസാമ്മയ്ക്ക് ചുറ്റും ആയി നടത്തുവാനായിട്ട് നമുക്ക് സാധിച്ചു എന്നത് ഏറ്റവും അനുഗ്രഹദായകമായ ഒരു കാര്യമായിരുന്നു. അതുപോലെ ഈ ഒരു വർഷത്തില് ഇവിടെ നടത്തിയിട്ടുള്ള ശുശ്രൂഷകള് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തില് അത്രയധികവും വിപുലവും നല്ലതുപോലെ സംഘടിപ്പിക്കപ്പെട്ടതുമായ ആധ്യാത്മിക അന്തരീക്ഷത്തില് ഇവിടെ നടത്താൻ പറ്റി. ഒരുപക്ഷെ മറ്റ് ലോകത്തിലുള്ള ഒരു ശൈലിയിലും ഇതുപോലെ ചിട്ടക്രമത്തോടുകൂടി ഇത്രയും തിരുക്കർമ്മങ്ങൾ, ഇത്രയും പരിശുദ്ധ കുർബാനകള്, ഇത്രയും വചന പ്രഘോഷണങ്ങള്, സന്ധ്യാപ്രാർത്ഥനകള് ഒക്കെ നടന്നിട്ടുള്ള ശൈലികള്, കേന്ദ്രങ്ങള് കാണുക തന്നെയില്ല. അതെല്ലാം നമുക്ക് ദൈവത്തിന്റെ മുമ്പിൽ ഏറ്റവും സന്തോഷത്തോടെ ഓർക്കുവാനുള്ള കാര്യമാണ്. നമ്മള് ഒരു ദിവസത്തിൽ ഒരുപാട് അധ്വാനിക്കുന്നുണ്ട്. ഒരു വർഷത്തില് ഒരു പിടി ക്ലേശങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ട്. പരിശുദ്ധ ഫ്രാൻസിസ് പിതാവ് ഈ 23-ാം തീയതി റോമിലെ സഹപ്രവർത്തകരോട് നടത്തിയ ഒരു പ്രബോധനത്തിൽ പറയുകയുണ്ടായി, ഒരുപാട് അധ്വാനിച്ച് ക്ലേശിച്ച് നമ്മൾ നടക്കുമ്പോൾ നമ്മളിൽ ഉണ്ടാകാവുന്ന ഒരു കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സിനെ മാർപ്പാപ്പ മർത്ത കോംപ്ലക്സ് എന്നാണ് വിളിച്ചത്. ഒരു കാര്യം നമുക്കറിയാം,
മർത്ത ഒരുപാട് ജോലി ചെയ്ത് ഒരുപാട് വ്യഗ്രതകൾ അനുഭവിച്ച് മനസ്സിന് സ്വസ്ഥതയില്ലാണ്ട് ജീവിച്ച ഒരു സ്ത്രീയാണ്. ഒത്തിരി അധ്വാനിച്ചു. അധ്വാനം ജീവിതത്തിന്റെ മുഖമുദ്രയായിട്ട് വിശ്രമമില്ലാണ്ട് എപ്പോഴും ജോലി ചെയ്യുന്ന ഒരുപിടി ആളുകൾ ഇവിടെ ഇരിക്കുന്നവരിലുമുണ്ട്. നിങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നവരാണ്. പാലക്കാട്, മീനച്ചൽ താലൂക്കിൽപ്പെട്ടവര് എല്ലാം നിങ്ങളുടെ അധ്വാനത്തിന്റെ വലിയൊരു ഫലമായിരുന്നു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധത്തില് നമ്മുടെ ബൈബിൾ കൺവെൻഷൻ നമുക്ക് നടത്താൻ സാധിച്ചത്. നിങ്ങൾ നടത്തിയ അധ്വാനത്തിന്റെ ഒരു ഫലം രൂപത കൊയ്ത് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഒരുപാട് അധ്വാനിക്കുമ്പോൾ ഈശോ പറഞ്ഞ ഒരു തിരുവചനം നമ്മൾ മറന്ന് പോകരുത്. മർക്കോസിന്റെ സുവിശേഷം 6:31 നമുക്ക് അല്പം മാറി കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കാം. നിങ്ങൾ കുറെ യാത്ര ചെയ്തൊക്കെയാണ് ഇവിടെ വന്നതെങ്കിലും ഞാൻ കരുതുന്നു ഈശോ പറഞ്ഞ ഈ കാര്യം അല്പം വിശ്രമിക്കാം. പ്രാർത്ഥന ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വിശ്രമം കൂടിയാണ്. എല്ലാ കായിക അധ്വാനത്തിൽ നിന്നും ഒന്ന് മാറി നിന്ന് പരിശുദ്ധ കുർബാനയിലും സന്ധ്യാപ്രാർത്ഥനയിലും വർഷാവസാന പ്രാർത്ഥനയിലുമൊക്കെ നമ്മൾ ആയിരിക്കുമ്പോൾ പരിശുദ്ധ പിതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ആ മർത്ത കോംപ്ലക്സ്, ജോലിയെ ശരണം എന്നുള്ള ആ ഒരു മാനസികാവസ്ഥയിൽ നിന്ന് മാറി അല്പം ദൈവത്തോടു കൂടെ അൽഫോൻസാമയോട് കൂടെ ഇരുന്ന് ഒന്ന് വിശ്രമിച്ച് സുവിശേഷത്തിലെ ആ മറിയം തിരഞ്ഞെടുത്ത ആ നല്ല അവസരം, അതൊരു വലിയ മണിക്കൂറാണ്. ഈശോയുടെ പദാന്തികത്തിൽ ഇരുന്ന് ദൈവവചനം ശ്രവിച്ച് ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ മണിക്കൂർ കണ്ടെത്തിയ ആ മറിയത്തോട് കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങളാണ്. വിശ്രമം നമുക്ക് ആവശ്യമാണ്. വിശ്രമമില്ലാതെ അധ്വാനിച്ചാൽ നമുക്ക് പിരിമുറുക്കമുണ്ടാകും. സ്ട്രെസ്സും സ്ട്രെയിനും എല്ലാം ഒത്തിരി അനുഭവിക്കുന്നവരാണ് നമ്മുടെ കുടുംബജീവിതക്കാര്, വൈദികര്, സമർപ്പിതര് എല്ലാവരും ഒരുപാട് സ്ട്രെസ്, പിരിമുറുക്കം അനുഭവിക്കുന്നവരാണ്. അങ്ങനെയുള്ള നമുക്കെല്ലാം ഈ മണിക്കൂർ, ഈ വർഷത്തിന്റെ അവസാനത്തെ മണിക്കൂർ മറിയത്തോട് കൂടെ ഈശോയുടെ പദാന്തികത്തിലിരിക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് റീചാർജ് ചെയ്യുകയാണ്. ഡോക്ടേഴ്സിനോട് പറഞ്ഞതുപോലെ വർഷ അവസാന മണിക്കൂറിൽ നമ്മൾ റീചാർജ്ഡ് ആകേണ്ടത് ഇങ്ങനെയാണ്. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ നല്ലതുപോലെ ചാർജ്ഡ് ആയിട്ട് കൂടുതൽ ശക്തിയും ഉന്മേഷവും ഒക്കെ കിട്ടുന്നവരെ പോലെ ആവുകയാണ്. പുതിയ ഉണർവ് നമുക്ക് ആവശ്യമാണ്. ഇന്നത്തെ ആദ്യത്തെ വായനയിൽ നമ്മൾ ശ്രമിച്ചല്ലോ, യഹൂദന്മാരുടെ തനിമ, ഐഡന്റിറ്റി അവരുടെ പരിച്ഛേദനമാണ്. ആൺവർഗത്തിൽപ്പെട്ട എല്ലാവരും അഗ്രചർമ്മം ചെയ്തെങ്കിൽ മാത്രമേ യഹൂദനായിട്ട് പരിഗണിക്കപ്പെടുകയുള്ളൂ. ഈശോയുടെ വരവോടുകൂടെ സുവിശേഷം കൂട്ടി നമ്മൾ വായിക്കുമ്പോൾ ആ അഗ്രചർമ്മത്തിലൂടെ വാസ്തവത്തില് മോശയ്ക്ക് കൊടുത്ത ആ കൽപ്പനയുടെ പിന്നിലുള്ളത് ബാഹ്യമായിട്ടുള്ള ഒരു ആചാരം മാത്രമല്ല, നമ്മളുടെ കരങ്ങളുടെ പരിച്ഛേദനം ആവശ്യമാണ്. എന്താണ്? മറ്റുള്ളവരെ ഞാൻ ഉപദ്രവിക്കുകയില്ല എന്നുള്ള തീരുമാനം. നമ്മളുടെ കണ്ണുകളുടെ പരിച്ഛേദനം ആവശ്യമാണ്. മോശമായ കാര്യങ്ങളൊന്നും ഞാൻ കാണുകയില്ല എന്നത്. നമ്മളുടെ കാതുകളുടെ പരിച്ഛേദനം ആവശ്യമാണ്. മറ്റുള്ളവരെ കുറിച്ച് പറയുന്ന കുറ്റങ്ങൾ ഞാൻ ഒരിക്കലും കേൾക്കുകയില്ല. എന്റെ ഹൃദയത്തിന്റെ പരിച്ഛേദനം ആവശ്യമാണ് പരിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട്. അങ്ങനെ ബാഹ്യമായിട്ടുള്ള ഒരു അഗ്രചർമ്മമല്ല നമ്മളുടെ വ്യക്തിത്വം
മുഴുവന്റെയും ഒരു പരിച്ഛേദനം. നമ്മൾ എവിടെയൊക്കെ നമ്മളുടെ അധരങ്ങളുടെ പരിച്ഛേദനം, എത്രയോ മോശമായ വാക്കുകൾ നമ്മൾ കുറ്റം പറയുന്നു. നമ്മളുടെ ഉദരത്തിന്റെ പരിച്ഛേദനം, ഭക്ഷണം നിയന്ത്രിക്കാൻ പറ്റാത്തവര് ഉദരത്തിന്റെ പരിച്ഛേദനം നടത്താത്തവരാണ്. മോശമായിട്ട് സംസാരിക്കുന്നവര് അധരങ്ങളുടെ പരിച്ഛേദനം നടത്താത്തവരാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ വർഷാവസാനത്തില് ആയിരിക്കുമ്പോൾ ആ പരിച്ഛേദനത്തിന്റെ ആത്മീയമായിട്ടുള്ള ആ അർത്ഥതലങ്ങളിലേക്ക് കൂടെ നമ്മളെല്ലാം ഇറങ്ങിച്ചെല്ലേണ്ടതുണ്ട്. അല്ലെങ്കിൽ വെറും ഒരു ചടങ്ങായിട്ട് ആരെയും കാര്യമായിട്ട് സ്പർശിക്കാത്ത അല്ലെങ്കിൽ പ്രത്യേക മൂല്യങ്ങൾ നൽകാത്ത ബാഹ്യമായ ഒരു കാര്യമായിട്ട് മാത്രം വിശേഷിക്കും. നമ്മൾ റീചാർജ്ഡ് ആകേണ്ടത് ഇത്തരത്തിലുള്ള ഒരു പരിച്ഛേദനത്തിലൂടെയാണ്. യോഹന്നാൻ മാന്താന വളരെ കാർക്കശ്യ സ്വഭാവത്തോടുകൂടി കർത്താവിന് ശുശ്രൂഷ ചെയ്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ പോലെ മറ്റാരും ഇല്ല. ഒരു സ്ത്രീക്കും ആ കുട്ടിയെ പോലെ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റിയിട്ടില്ലെന്ന് ഈശോ തന്നെ പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ബലിപീഠത്തിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയ വലിയൊരു അനുഗ്രഹം, വാർദ്ധക്യത്തിലും വന്ധ്യതയിലും അവർക്ക് കിട്ടിയ സമ്മാനം, മദ്യപിക്കുകയില്ലാത്ത ഒരാൺകുട്ടി പിറക്കാൻ പോകുന്നു എന്ന് ആ സക്കറിയ ആ എലിസബത്ത് ശ്രമിച്ചപ്പോൾ അത് വലിയ ആഹ്ലാദത്തിന്റെ ഒരു അവസരം കൂടിയായിരുന്നു. നമ്മൾ വർഷാവസാനത്തില് നന്ദിയുള്ളവരായിട്ട് നിൽക്കുമ്പോഴും ഒരുപാട് ആശങ്കകളും പ്രതിസന്ധികളും നമുക്കുണ്ടാകാം. യോഹന്നാൻ കുറ്റമറ്റ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ അദ്ദേഹം തടങ്കലില് ജയിലിൽ ആയിരുന്ന അവസരത്തില് വിശ്വാസത്തിന്റെ വലിയൊരു പ്രതിസന്ധി അദ്ദേഹം അനുഭവിച്ചു. അദ്ദേഹം ഒരു കുറ്റവും ചെയ്യാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടയാളാണ്. യോഹന്നാൻ മാന്താനായുടെ ശിരച്ഛേദനവും അതുപോലുള്ള സംഭവങ്ങളുമെല്ലാം നമുക്കൊക്കെ പരിചയമുള്ള കാര്യമാണ്. പക്ഷേ യോഹന്നാന് യാതൊരു തെറ്റും ചെയ്യാതെ തടങ്കലിൽ ആയിരുന്നപ്പോൾ അദ്ദേഹത്തിന് വലിയൊരു ക്രൈസിസ് വന്നു. നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന കാര്യം, നമ്മൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും ക്രൈസിസ് ഉണ്ടാകും. അങ്ങനെ ആ പ്രതിസന്ധിയിൽ ഈ യോഹന്നാൻ 2 ശിഷ്യന്മാരെ ഈശോയുടെ പക്കലേക്ക് പറഞ്ഞ് അയച്ചു. ആ ശിഷ്യന്മാര് യോഹന്നാൻ കൊടുത്തുവിട്ട ഒരു ചോദ്യവുമായിട്ടാണ് ഈശോയുടെ പക്കൽ ചെന്നത്. വരാനിരിക്കുന്നവൻ നീ തന്നെയാണോ, അതോ എനിക്ക് തെറ്റുപറ്റിയോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ വന്നിട്ടുണ്ടോ? അവിടെ ആ വ്യക്തി അനുഭവിക്കുന്ന ആ ക്രൈസിസ് അതൊരു വിലാപമാണ്. ഓരോ സത്യവിശ്വാസിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികളുടെ ഒരു മുൻകുറിയും കൂടിയാണ്. അതൊരു വലിയൊരു ക്രൈം, ഒരു വിലാപമാണ്. വരാനിരിക്കുന്നവൻ നീ തന്നെയോ? നമ്മൾ ഈ ഒരു വർഷക്കാലം നമ്മളുടെ വിശ്വാസ ജീവിതത്തില്, നിങ്ങളുടെ കുടുംബ ജീവിതത്തില്, ഞങ്ങളുടെ ആധ്യാത്മിക ശുശ്രൂഷയുടെ രംഗത്ത്, കുട്ടികളുടെ പരിശുദ്ധമായ ജീവിതത്തിൽ വന്നിട്ടുള്ള പാളിച്ചയുടെ രംഗങ്ങളില് ഒക്കെ ഈ വിലാപം അനുഭവിച്ചിട്ട് കാണും. ആ വിലാപങ്ങളുടെ എല്ലാം ഒരു ഉത്തരം നമ്മൾ കണ്ടെത്തേണ്ടത് ഈശോയിലാണ്. ഈശോ ആ വന്ന ശിഷ്യന്മാരുടെ കൈകളിൽ വളരെ പെട്ടെന്നുള്ള ഒരു ഉത്തരം എടുത്ത് പറഞ്ഞില്ല. ഈശോയ്ക്കൊരു ഉത്തരം എഴുതി കൊടുക്കാമായിരുന്നു. ഞാൻ തന്നെയാണ്, ഞാനാണ് മിശിഹ, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞേര് ഈശോയ്ക്ക് പറയാമായിരുന്നു. ഇന്നത്തെ കാലത്താണ് ഐഡന്റിറ്റി കാർഡ് എടുത്ത് കൊടുക്കും, മൊബൈൽ നമ്പർ കൊടുക്കും, ഇമെയിൽ അഡ്രസ് കൊടുക്കും. ഈശോ അതൊന്നും ചെയ്തില്ല. ഈശോ ഈ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് നിങ്ങൾ ഇവിടെ എന്താണോ കണ്ടത്, കാണുന്നത്,
അത് പറഞ്ഞാൽ മതി. മുടന്തന്മാര് എഴുന്നേറ്റ് ഓടുന്നു, അന്ധന്മാര് നല്ലതുപോലെ പ്രകാശം സ്വീകരിച്ച് എല്ലാം കാണുന്നു, പിശാച് ബാധിതര് അതിൽ നിന്ന് രക്ഷപ്പെടുന്നു, രോഗികള് സുഖമുള്ളവരായി തീരുന്നു. ഇത് നിങ്ങൾ പോയി പറഞ്ഞാൽ മതി. അതാണ് അതിനകത്ത് വലിയൊരു സുവിശേഷവൽക്കരണമുണ്ട്. ഗോസ്പൽ ഈസ് റീച്ചിങ് ദ പുവർ. സുവിശേഷം വളരെ സാധാരണക്കാരുടെ ഇടയിൽ, അന്ധന്മാരുടെ, മുടന്തരുടെ, രോഗങ്ങൾ കൊണ്ട് പീഡിപ്പിക്കപ്പെടുന്നവരുടെ എല്ലാം ഇടയിൽ സുവിശേഷം പ്രചരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അത് നിങ്ങൾ പറഞ്ഞാൽ മതി. അത് നമുക്കും വലിയൊരു പിടിവള്ളിയാണ്. എന്നിട്ട് ഈശോ പറഞ്ഞു, എന്നിൽ ഇടറാത്തവൻ ബ്ലെസ്സഡാണ്, ഭാഗ്യവാനാണ്. നിങ്ങൾ വിചാരിച്ച വലിയ രാജാവ്, ലോകം പിടിച്ചെടുക്കുന്ന രാജാവ്, അതൊന്നുമല്ല ഞാന് ദൈവത്തിന്റെ സുവിശേഷം ഈ തരത്തില് വളരെ സാധാരണക്കാരുടെ ഇടയിൽ ഞാൻ പ്രസംഗിച്ചു. അത് ഇതുപോലെയൊക്കെ സ്വീകരിക്കപ്പെടുന്നുണ്ട് എന്ന് യോഹന്നാനോട് പറഞ്ഞാൽ മാത്രം മതി. നമ്മളോടും ഈശോ അതാണ് പറയുന്നത്. യോഹന്നാനെ ഈശോ ജയിലിൽ നിന്ന് രക്ഷിച്ചില്ല. യോഹന്നാനെ ഈശോ മരണത്തിൽ നിന്ന് രക്ഷിച്ചില്ല. ഈശോയെ തന്നെ കുരിശിൽ നിന്ന് രക്ഷിച്ചില്ല. ഈശോ അൽഫോൻസാമിയെ സഹനത്തിൽ നിന്ന് രക്ഷിച്ചില്ല. ഈശോ നമുക്കും ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളുമെല്ലാം തരുന്നുണ്ട്. അതാണ് ഈശോ നൽകുന്ന ഉത്തരം. എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാൻ. ഞാൻ ഇങ്ങനെയുള്ള ദൈവമാണ്. എനിക്ക് നൽകാനുള്ളത് സുവിശേഷമാണ്, രാജ്യങ്ങള് പിടിച്ചടക്കലല്ല. എന്നിൽ ഇടറിയാൻ നിങ്ങളുടെ കാര്യം തീർന്നു. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒന്നുമില്ല. എന്നിൽ ഇടറാത്തവര് ഭാഗ്യവാന്മാർ. നമ്മൾ ഭാഗ്യപ്പെട്ടവരാണ്. ഈശോയിൽ ഇടറാതെ ഈശോ നമുക്ക് നൽകിയ ആ പരിശുദ്ധ സുവിശേഷം സ്വീകരിച്ച് നന്ദി പറയുവാനായിട്ട് ആണ് നമ്മൾ എല്ലാവരും ഇവിടെ ആയിരിക്കുന്നത്. ഈ വർഷാവസാനത്തില് ഇവിടെ നമ്മൾ ആയിരിക്കുമ്പോൾ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും തിളക്കമുള്ള ഒരു സ്ഥലത്താണ് നമ്മളായിരിക്കുന്നത്. നമ്മളുടെ യാത്രകള് വഴി തെറ്റാതിരിക്കാനായിട്ട് അൽഫോൻസാമ്മ നമ്മളുമായിട്ട് കൂട്ടിക്കെട്ടിയിട്ടിരിക്കുന്ന ഒരു വലിയ വടം പോലെ നമ്മളുടെ രൂപതയിലും രൂപതയ്ക്ക് പുറത്തും ലോകം മുഴുവനും എല്ലാം ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പം വഴി തെറ്റിപ്പോകും. ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കേട്ടല്ലോ, നക്ഷത്രം അടയാളമായി കണ്ട് വലിയ പഠിപ്പുള്ള കിഴക്ക് നിന്ന് പുറപ്പെട്ട 3 രാജാക്കന്മാര് ഈശോ ഹെറോദേസിന്റെ കൊട്ടാരത്തിലായിരിക്കും എന്ന് കരുതി അങ്ങോട്ടാണ് ചെന്നത്. ജെറൂസലം വരെ അവർക്ക് വഴി തെറ്റാതെ പോകാൻ പറ്റി. ജെറൂസലത്തിൽ ചെന്നപ്പോൾ അവർക്കൊരു ക്രൈസിസ് ഈ പൂജരാജാക്കന്മാർക്ക് ഉണ്ടായി. അവർ വിചാരിച്ചു മിശിഹ കൊട്ടാരത്തിലായിരിക്കും നടക്കുന്നത്. ജയിലിൽ കിടന്ന യോഹന്നാന് പ്രതിസന്ധി ഉണ്ടായതുപോലെ ഈ അന്വേഷണമെല്ലാം നടത്തി യാത്ര ചെയ്ത് ജെറൂസലം വരെ, കിഴക്ക് വരെ ഒരു കുഴപ്പവുമില്ലാതെ എത്തിയെങ്കിലും അവിടെ വെച്ച് അവർക്ക് വഴിതെറ്റി. അവർ കൊട്ടാരത്തിലെത്തി. ഉടനെ ഹെറോദേസ് ഇടപെട്ടു. അവിടെ വലിയ പ്രതിസന്ധികളുണ്ടായി. ശിശുഹത്യ നടന്നു. ഈശോയുടെ പിറവിയോട് ബന്ധപ്പെട്ട് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളാണ് കൊല ചെയ്യപ്പെട്ടത്. രക്തത്തിന്റെ, കൊലപാതകത്തിന്റെ ഗന്ധമുള്ള ആ ഒരു അന്തരീക്ഷത്തിലാണ് ഈശോ പിറക്കുന്നത്. അവിടെയും നമ്മൾ ഓർക്കേണ്ടത്, എന്നിൽ ഇടറാത്തവർ ഭാഗ്യവാന്മാർ. അതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. പക്ഷേ അവർ വീണ്ടും ആ യാത്ര തുടർന്ന് അവരെ സംബന്ധിച്ച് ഉണ്ണിയെ മാതാവിനോടുകൂടെ, അമ്മയെ മകനായ ഉണ്ണിയോടുകൂടെ കണ്ട് എല്ലാ രഹസ്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി. അവരുടെ ജീവിതത്തിന്റെ ആകെത്തുക അവരവിടെ സമർപ്പിക്കുകയും ചെയ്തു. ഇന്ന് നമ്മൾ ഒരുപടി ക്ലേശങ്ങളോടുകൂടിയാണെങ്കിലും നമുക്ക് ഒത്തിരി പ്രതിസന്ധികൾ ക്രൈസ്തവ ലോകത്ത്, ഇറാഖിലൊക്കെ സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം.
ക്രൈസ്തവരായിട്ടുള്ളവരെ രാജ്യത്തിന് പുറത്താക്കുകയാണ്, വെറുതെ കൊല ചെയ്യപ്പെടുകയാണ്. ക്രൈസ്തവരെ കൊല്ലുന്നത് അവർ സെലിബ്രേറ്റ് ചെയ്യുകയാണ്, ആഘോഷിക്കുകയാണ്. അത്രമാത്രം നീചമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. നമ്മുടെ രാജ്യത്തും അങ്ങിങ്ങായിട്ട് അതുപോലുള്ള പ്രതിസന്ധികളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ പ്രദേശത്ത് സാമ്പത്തികവും ആത്മീയവുമായിട്ടുള്ള പ്രതിസന്ധികളുമുണ്ട്. മദ്യപാന ദുരന്തം ഇപ്പോഴും നമ്മളെ കാർന്നു തിന്നുന്നുണ്ട്. റബ്ബറിന്റെ വിലയിടിവ് മൂലം നമുക്ക് ഒരുപിടി പ്രതിസന്ധികളുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാം നടുവിലും ഇടറാതെ സത്യവിശ്വാസം കൈവിട്ട് കളയാണ്ട് നമ്മൾ ഇവിടെ അൽഫോൻസാമ്മയോട് ചേർന്ന് ഈ വർഷത്തിന്റെ അവസാനത്തിന്റെ മണിക്കൂറിൽ ഇവിടെ ആയിരിക്കാൻ നമുക്ക് സാധിച്ചത് ഏറ്റവും വലിയ കൃപയായിട്ട് നമ്മൾ എടുക്കണം. ഈ കുടിവരവ് നമ്മുടെ ജീവിതത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു അവസരമായിട്ട് സംഭവമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ മണിക്കൂറുകളിലൂടെ നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. ഈശോയുടെ മണിക്കൂറാണ്. ആ മണിക്കൂറാണ് ഓരോ ക്രൈസ്തവന്റെയും ജീവിതത്തിന് അടിസ്ഥാനപരമായ മൂല്യങ്ങൾ നൽകേണ്ടത്. ഇവിടെ ഇന്ന് ഈ സന്ധിയില് ഈ പരിശുദ്ധ കുർബാനയുടെ നടുവില് കട്ടച്ചന് പറഞ്ഞല്ലോ, പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ. അത് വലിയ ശുശ്രൂഷകളാണ്. 10 തലങ്ങളിൽ നിൽക്കുന്ന ശുശ്രൂഷകളുടെ ആരംഭം നമ്മളിവിടെ കുറിക്കുകയാണ്. ഞാൻ സുവിശേഷ പ്രഘോഷണത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രൂപതയ്ക്ക് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാനായിട്ട് സാധിക്കുന്ന കാര്യം ഈ അൽഫോൻസ ഷൈനോട് ചേർന്ന് നടക്കുന്ന ശുശ്രൂഷകളാണ്. നമ്മുടെ രൂപതയിലുള്ള എല്ലാവരെയും മറ്റു മതസ്ഥരെയും ഇവിടേക്ക് ആകർഷിക്കുകയും അതിലൂടെ കർത്താവിന്റെ ആ രഹസ്യത്തിലേക്ക് കടന്നു വരാനായിട്ട് നമുക്ക് നേതൃത്വം കൊടുക്കാനായിട്ട് പറ്റുന്നത് വലിയൊരു കാര്യമാണ്. ഈ വർഷത്തിൽ പ്രത്യേകിച്ച് വളരെ വളരെ സമഗ്ര സ്വഭാവമുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കാൻ ബഹുമാനപ്പെട്ട അധ്യക്ഷന് കടത്തലത്തിന് സാധിച്ചു. അച്ഛനോട് ചേർന്ന നല്ലൊരു ടീം ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അഡ്മിനിസ്ട്രേറ്ററും അധ്യാത്മികന്മാരും വൈസ് സെക്രട്ടറിമാരും അങ്ങനെ ഒരു ടീം ഓഫ് പ്രീറ്റ്സ് ഇവിടെയുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട അധ്യക്ഷന്. ആ കർമ്മങ്ങൾക്കൊക്കെ ഒരു വിജിലൻസ്, ഒരു അന്വേഷണം നടത്തുന്ന ആള് നമ്മളുടെ രൂപതയുടെ ജനറൽ ബഹുമാനപ്പെട്ട കുഴിഞ്ഞാലച്ഛനാണ്. അച്ഛനും ഇവിടെ ഇന്ന് നമ്മളോടുകൂടെ ഈ വർഷാവസാന മണിക്കൂറുകളിൽ ഈ 10 പദ്ധതികൾ നമ്മളുടെ ആളുകൾക്ക് വേണ്ടി ഉള്ള ഈ പദ്ധതികൾ ആരംഭം കുറിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ വലിയ പ്രത്യാശയോടുകൂടി പ്രതീക്ഷയോടുകൂടിയാണ് അതിന് ആരംഭം കുറിക്കുന്നത്. അൽഫോൻസാമ്മയോട് നമ്മളുടെ ജീവിതത്തിലെ എല്ലാ തുറകളിലും പെട്ട ആളുകളെ, കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ, ജനിക്കാനിരിക്കുന്ന കുട്ടികൾ ഉൾപ്പെടെ വളരെയധികം പ്രായമായ മാതാപിതാക്കൾ വരെയുള്ള പല തലങ്ങളിൽ നിൽക്കുന്നവരെ ഓരോ മാസവും ഇവിടെ വിളിച്ച് വരുത്തി അവരോട് സുവിശേഷം പ്രസംഗിച്ച് കർത്താവിന്റെ കൃപ അൽഫോൻസാമ്മയിലൂടെ സ്വീകരിക്കുവാനുള്ള ഒരു അവസരമാണ് നമ്മൾ ഒരുക്കുന്നത്. ഞാൻ നേതൃത്വം കൊടുക്കുന്ന അധ്യക്ഷനെയും എല്ലാവരെയും ഒരിക്കൽ കൂടി പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അൽഫോൻസാമ്മയെ ആരും കൈ വിട്ട് കളയരുത്. അൽഫോൻസാമ്മ ഒരു പിടിവള്ളിയാണ്. സ്വർഗത്തിൽ എത്തി നിൽക്കുന്ന, നമുക്ക് സ്വർഗത്തിലേക്ക് പിടിച്ച് കയറാൻ പറ്റുന്ന ആധ്യാത്മിക ജീവിതത്തിലെ നമ്മളുടെ പിടിവള്ളിയാണ്. അമ്മയുടെ സവിധത്തിൽ വന്നിരുന്ന പ്രാർത്ഥിക്കുമ്പോൾ നമ്മളുടെ ഇടർച്ചകളെല്ലാം മാറി സത്യവിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് ഇറങ്ങി ചെല്ലാനാകും. അതിനുള്ള അവസരം പുതുവർഷത്തിൽ എല്ലാവർക്കും, ഇവിടെ ഇപ്പോൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നവർക്കും നമ്മളുടെ രൂപതയിലുള്ള എല്ലാവർക്കും ലഭിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച് നിങ്ങളെല്ലാവരെയും ആശീർവദിച്ച് അൽഫോൻസാമ്മയ്ക്ക് സമർപ്പിച്ച് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും.